ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നന്നായിട്ടിരിക്കുക. ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ ഇന്നത്തെ കഥ രഘുവിൻ്റേതാണ്. രഘു എന്ന ബസ് ഡ്രൈവർ. എൻ്റെ പേര് രഘു. ഞാൻ ബസ് ഡ്രൈവറാണ്. ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷമായി. ഈ 20 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വഴികൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മലമുകളിലെ ഇടുങ്ങിയ വളഞ്ഞു പൊളഞ്ഞ റോഡുകൾ, ചിലപ്പോൾ രാത്രിയിലെ നിശബ്ദതയിൽ വിജനമായ ഹൈവേ. എൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും സ്റ്റീറിംഗ് പിടിച്ചു തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. എല്ലാ ദിവസവും വ്യത്യസ്ത യാത്രക്കാർ, വ്യത്യസ്ത കഥകൾ. ബസ് ഓടിക്കുന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. നൂറുകണക്കിന് ജീവനുകൾ എൻ്റെ വിശ്വാസത്തിലാണ് ബസ്സിലിരിക്കുന്നത്. ശൈത്യകാലത്തെ മൂടൽമഞ്ഞുള്ള രാത്രികൾ, റോഡിൽ 10 മീറ്റർ പോലും മുന്നോട്ട് കാണാൻ കഴിയാതെ വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നു. മഴക്കാലത്ത് മലയോര റോഡുകളിലൂടെ വെള്ളമൊഴുകി വാഹനങ്ങൾ തെന്നിമാറുമ്പോൾ ഓരോ നിമിഷവും ദൈവത്തെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ ചില അപകടങ്ങളും നിഗൂഢമായ കഥകളുമുണ്ട്. അവ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു രാത്രി എൻ്റെ ജീവിതത്തെ മുഴുവനും ഇളക്കിമറിച്ച ഒരു യാത്ര. ആ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ പറയാം. ഇതൊരു 10 വർഷം മുമ്പാണ് സംഭവിക്കുന്നത്. അന്ന് ഞാനൊരു പ്രൈവറ്റ് ബസ് ഡ്രൈവറായിരുന്നു. ഇപ്പോഴുമാണ്. എന്നാൽ അന്ന് ഓടിച്ചത് ഈ ബസ്സല്ല, മറ്റൊരു ബസ്സായിരുന്നു. അന്ന് ആ ബസ് ഓടിക്കാൻ കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ടായി. കാരണം എനിക്ക് ഓടിക്കാൻ കിട്ടിയ ബസ് പുതിയ ബസ്സായിരുന്നു. ഒരു പുതിയ ബസ് ഓടിക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. അന്ന് എൻ്റെ കൂടെ ഒരു കണ്ടക്ടറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ്. സുരേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല വ്യക്തി തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അനുസരിക്കും. എന്നോട് വളരെ ബഹുമാനവുമാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു റൂട്ടുണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങൾ എല്ലാ ദിവസവും യാത്രക്കാരെ കൊണ്ടുപോകുന്നു. ഇതേപോലെ വളരെ കാലം ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ പതിവ് പോലെ ഞങ്ങളുടെ ബസ് നിർത്തി യാത്രക്കാരെ കാത്തിരിക്കുന്ന സമയം. കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ ബസ് നിറഞ്ഞു. ബസ് എടുക്കാൻ നേരം കണ്ടക്ടർ സുരേഷിനെ കാണുന്നില്ല. ആദ്യം ഞാൻ 1-2 തവണ ഹോണടിച്ചു, ബസ് പോകാനുള്ള സമയം സുരേഷ് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ ഹോൺ അടിച്ചതിന് ശേഷവും അദ്ദേഹം തിരികെ വരാതായപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ബസ്സിലുള്ള യാത്രക്കാർ എന്തൊക്കെയോ ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട്. ബസ് പൂർണ്ണമായി നിറഞ്ഞിരുന്നു. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മറുഭാഗത്തുള്ള സൈഡ് മിററിലേക്ക് പോകുന്നത്. അവിടെ നോക്കുമ്പോൾ കണ്ടക്ടർ സുരേഷ് ഒരാളുമായി സംസാരിക്കുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും 1-2-3 തവണ ഹോൺ അടിക്കുകയും തുടർന്ന് ബസ് സ്റ്റാർട്ടാക്കുകയും ചെയ്തു. ബസ് സ്റ്റാർട്ട് ചെയ്ത ഉടൻ കണ്ടക്ടർ സുരേഷ് ആ ആളുമായുള്ള സംസാരം നിർത്തി ബസ്സിൽ കയറി. സുരേഷ് ബസ്സിൽ വന്നപ്പോൾ ഞാൻ സുരേഷിനോട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഹോണിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ലേ? എത്ര നേരമായി ഹോൺ അടിക്കുന്നു? കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ജോലിയിലല്ലേ? ഞാൻ പറയുന്നത് കേട്ട സുരേഷ് എന്നോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, അങ്ങനെയല്ല. അത്യാവശ്യമായി ഒരാളോട് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. സുരേഷ് പറയുന്നത് കേട്ട ഞാൻ സുരേഷിനോട് പറഞ്ഞു, ഹോൺ ശബ്ദം പോലും കേൾക്കാത്ത അത്രയ്ക്ക് എന്ത് കാര്യമാണ് ഉണ്ടായത്? ഞാൻ പറയുന്നത് കേട്ട് സുരേഷ് പറഞ്ഞു, നമുക്ക് ലാഭമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് താമസിച്ചത്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ കാര്യം കേട്ട് ഞാൻ സുരേഷിനോട് ചോദിച്ചു, നമ്മുടെ ലാഭത്തിനുള്ള എന്ത് കാര്യം? നിങ്ങൾ ആരോടാ സംസാരിച്ചത്? ചേട്ടാ, ഞാൻ സംസാരിച്ച ആള് ഇവിടെ പുറകിലുള്ള ഗ്രാമത്തിലുള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ ബസ്സിൽ ഒരു വിവാഹ സംഘത്തെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമാണെന്നും തൻ്റെ മകൻ്റെ വിവാഹ സംഘത്തെ നമ്മുടെ ബസ്സിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചേട്ടാ, അദ്ദേഹത്തോട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അയാൾ വന്ന് ചേട്ടനോട് സംസാരിക്കും. ഇന്നെന്തായാലും സമയം വൈകിയില്ലേ? ഓ, അതാണോ കാര്യം? സാരമില്ല, നാളെ നോക്കാം. അതിനുശേഷം സുരേഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ, ആ മനുഷ്യൻ ഒരു പണക്കാരനാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം എന്നോട് പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, എത്ര വേണ്ടി വന്നാലും ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ വിവാഹ സംഘത്തെ കൊണ്ടുപോകാൻ തയ്യാറായാൽ മാത്രം മതി. ചേട്ടാ, എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഈ ഓട്ടം കിട്ടിയാൽ നമുക്ക് നല്ല ലാഭമുണ്ടാകും. 1, നല്ല തുക ലഭിക്കും. 2, കല്യാണം ആസ്വദിക്കുകയും ചെയ്യാം. കണ്ടക്ടറുടെ ഈ വാക്കുകൾ കേട്ട് ഞാനും സമ്മതിച്ചു. തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബസ്സുമായി ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. ആ ദിവസവും കഴിഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് യാത്രക്കാരെ കാത്തിരിക്കുമ്പോൾ അതേ മനുഷ്യൻ വീണ്ടും ഞങ്ങൾ അതേ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടി. ഇത്തവണയും അദ്ദേഹം കണ്ടക്ടറുമായി സംസാരിക്കുന്നു. ഞാനപ്പോൾ ഒരു ഹോട്ടലിൽ ചായ കുടിക്കുകയായിരുന്നു. അപ്പോഴേക്കും കണ്ടക്ടറും ആ മനുഷ്യനും എൻ്റെ അടുത്ത് ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിലെത്തിയ ശേഷം സുരേഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ, ഈ സാറിന് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്.
ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ അതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം വന്നത്. അതിനുശേഷം കണ്ടക്ടർ അവിടെ നിന്നും തിരികെ പോയി യാത്രക്കാരെ കാത്തിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാനും ആ മനുഷ്യനും ഹോട്ടലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, പറയൂ, നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? ഞാൻ പറയുന്നത് കേട്ട ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അതെ, എൻ്റെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണ സംഘത്തിലെ ആളുകളെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഗ്രാമമാണെങ്കിൽ വളരെ അകലെയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ബസ് ഇഷ്ടപ്പെട്ടു. ഒന്ന്, നിങ്ങളുടെ ബസ് പുതിയതാണ്. പിന്നെ ഒരുപാട് ആളുകൾ നിങ്ങളുടെ ബസ് തന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും എൻ്റെ പ്രശംസ കേട്ട് ഞാനും സന്തോഷിച്ചു. ആ മനുഷ്യൻ എന്നെക്കുറിച്ച് പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ പോകാമെന്ന് സമ്മതിച്ചു. തുടർന്ന് ഞങ്ങൾക്കിടയിൽ പണത്തിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങി. ഗ്രാമം വളരെ അകലെയാണെന്നും പണം കുറച്ചുകൂടി കൂടുതലായിരിക്കുമെന്നും ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ട ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പണത്തെക്കുറിച്ചൊരു പ്രശ്നവും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പോകാൻ തയ്യാറായാൽ മതി. അതിനുശേഷം വിവാഹ സംഘത്തെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറായി. 3 ദിവസത്തിന് ശേഷമാണ് അവരെ കൊണ്ടുപോകേണ്ടത്. ഞങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് തുടർന്ന് ആ മനുഷ്യൻ അവിടെ നിന്നും പോയി. ഇപ്പോൾ ഞാനും ഹോട്ടലിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ ബസ്സിൻ്റെ അടുത്തെത്തിയപ്പോൾ ബസ് നിറയെ യാത്രക്കാരുണ്ടെന്ന് ഞാൻ കണ്ടു. ശേഷം ഞാനും എൻ്റെ കണ്ടക്ടർ സുരേഷും ബസ് അവിടെ നിന്നും എടുത്ത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രയാകാൻ തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കണ്ടക്ടർ സുരേഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ, ആ മനുഷ്യനുമായി സംസാരിച്ചോ? ആ വിവാഹത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു? നിങ്ങൾ പോകുന്നോ ഇല്ലയോ? സുരേഷിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അവനോട് പറഞ്ഞു, കാര്യം ഉറപ്പിച്ചു. തീർച്ചയായും ആ വിവാഹ സംഘത്തെ കൊണ്ടുപോകും. അതിലൂടെ നമുക്ക് നല്ല പൈസയും കിട്ടും. ഞാൻ പറഞ്ഞ പൈസയ്ക്ക് അയാളത് സമ്മതിക്കുകയും ചെയ്തു. അത് കേട്ട് സുരേഷ് പറഞ്ഞു, ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? ഇത്തവണ നിങ്ങൾ ഒറ്റയ്ക്ക് ആ വിവാഹ സംഘത്തെ കൊണ്ടുപോകേണ്ടി വരും. കണ്ടക്ടർ എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അല്ല, എനിക്ക് മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനെന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത്? നീ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ ഗ്രാമത്തിലേക്കാണ് ചേട്ടനെ വരെ കൊണ്ടുവരേണ്ടത്. അത് ശരി, എന്നിട്ട് നീ എന്താ നേരത്തെ ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? ചേട്ടാ, ഈ വിവാഹം എൻ്റെ ഗ്രാമത്തിലേക്കാണെന്ന് ഇന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്കും മനസ്സിലായത്. കഴിഞ്ഞ ദിവസം അയാൾ കണ്ടുമുട്ടിയപ്പോൾ വിവാഹ സംഘത്തെ കൊണ്ടുപോകണമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഗ്രാമത്തിൻ്റെ പേര് ചോദിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഗ്രാമത്തിൻ്റെ പേരെന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഈ വിവാഹം എൻ്റെ ഗ്രാമത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. സുരേഷിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അവനോട് പറഞ്ഞു, ശരിയാണ്, വിവാഹം നിൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നീ എൻ്റെ കൂടെ വാ. ഞാൻ പറയുന്നത് കേട്ട് സുരേഷ് പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ മറ്റന്നാൾ എൻ്റെ നാട്ടിലേക്ക് പോകും. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലെ ആ പെൺകുട്ടിയുടെ വിവാഹം അവരുടെ വീട്ടുകാരുമായി ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഞങ്ങൾക്ക് അവരുമായി നല്ല സൗഹൃദവുമുണ്ട്. സ്വന്തം നാട്ടിലെ കാര്യമായതുകൊണ്ട് എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. മാത്രമല്ല, എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? സുരേഷിൻ്റെ അമ്മ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും 2 അനുജത്തിമാരും മാത്രമാണുള്ളത്. സുരേഷിൻ്റെ അച്ഛനെ 1-2 തവണ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇന്ന് വരെ സുരേഷിൻ്റെ ഗ്രാമത്തിലേക്കൊന്നും പോയിട്ടില്ല. സുരേഷിൻ്റെ ഗ്രാമം നഗരത്തിൽ നിന്നും വളരെ അകലെയാണ്. എന്തായാലും സുരേഷ് എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ എന്തായാലും വരില്ല. എൻ്റെ ആവശ്യങ്ങൾ അവിടെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. സാർ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വരും ഇവരെ. ഇത് കേട്ട ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അവരെ എല്ലാവരെയും ഞാൻ കൊണ്ടുവന്നോളാം. അങ്ങനെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. 3-ാം ദിവസം ഞാൻ എൻ്റെ ബസ്സുമായി ആ മനുഷ്യൻ നൽകിയ അഡ്രസ്സിലേക്ക് പോയി. അവിടെ നിന്നുമാണ് എനിക്ക് ആ വിവാഹ സംഘത്തെ കൊണ്ടുപോകേണ്ടിയിരുന്നത്. ശേഷം ഞാൻ ആ മനുഷ്യൻ്റെ വീട്ടിലേക്കും ചെന്നു. അയാൾ ബസ് കൊണ്ടുവരാൻ പറഞ്ഞ സമയത്തിന് 1/2 മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ എത്തിയിരുന്നു. പക്ഷേ വിവാഹ സംഘം അപ്പോഴും പോകാൻ തയ്യാറായിരുന്നില്ല. ഞാനിത് കണ്ടപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, സാറേ, ഇവരെപ്പോഴാണ് പുറപ്പെടുന്നത്? എൻ്റെ വാക്കുകൾ കേട്ട ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും 1 മണിക്കൂർ കൂടി വേണ്ടി വരും. അതിനുശേഷം ഞങ്ങൾ പുറപ്പെടും. മാത്രമല്ല, നമുക്ക് പകൽ സമയത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. രാത്രിയിൽ പോയാൽ മതിയല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട, സുഖമായി ഇരുന്നോളൂ. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുമ്പോൾ വിവാഹ സംഘം പുറപ്പെടും. ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, നമ്മളോട് ബസ് കൊണ്ടുവരാൻ പറഞ്ഞ അതേ ആൾ തന്നെ. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിവാഹ സംഘത്തെ കൊണ്ടുപോകേണ്ട ഗ്രാമത്തിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പോയിട്ടില്ല. എനിക്ക് ആ വഴിയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഞാൻ അയാളോട് ഇത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നന്നായി വഴി അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവരിൽ ഒരാളോട് പറഞ്ഞാൽ മതി, അദ്ദേഹം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് ഞാനും സമ്മതിച്ചു. പിന്നീട് എനിക്കും ഒരു ആശ്വാസമായി. ഇനി വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല,
ഈ വിവാഹ സംഘത്തിലുള്ള പലർക്കും ആ വഴി അറിയാമായിരിക്കും. അതിനാൽ അവരിൽ 1-2 പേരെ ഞാൻ എൻ്റെ കൂടെ ക്യാബിലിരുത്തി വഴി ചോദിച്ചറിയാം. എന്തായാലും അവിടെ കുറേ നേരം ഇരുന്ന ശേഷം വിവാഹ സംഘം പുറപ്പെടാൻ തയ്യാറായി. വഴി കാണിച്ചു തരാൻ ഒരു ചെറുപ്പക്കാരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു. വഴി ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ഏകദേശം 4 മണിക്കൂർ ദൂരമുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് ഈ രാത്രി എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകുന്തോറും പകൽ സമയം അവസാനിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും വൈകുന്നേരമായി. തുടർന്ന് ആ വൈകുന്നേരം രാത്രിയായി മാറി. ആ വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി ആ വഴി വളരെ വിജനമായി കാണപ്പെട്ടു. ഞങ്ങളുടെ വാഹനം മാത്രമാണ് ആ വഴിയിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് മലമ്പ്രദേശങ്ങളും ഇടയ്ക്ക് വനപ്രദേശങ്ങളും കാണാമായിരുന്നു. ഇരുട്ടിപ്പോൾ വളരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് കാണിക്കുന്നത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൂടാതെ ഞങ്ങൾക്ക് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം ഇരുട്ട് നല്ലപോലെ കട്ട പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും അന്തരീക്ഷം കൂടുതൽ ഭയാനകമായി കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിലും ബസ്സിലുള്ളവർ പാട്ടും കൂത്തുമായി നല്ല രസമായിരുന്നു. ആ ശബ്ദങ്ങൾ കാരണം ആ യാത്ര ഞങ്ങൾക്ക് വളരെ രസകരമായി തോന്നി. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അതായത് ഞങ്ങൾ ഞങ്ങളുടെ 4 മണിക്കൂർ യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. ഞാൻ ബസ് ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. ഉടനെ ബസ്സിലെ യാത്രക്കാരെല്ലാവരും ഇറങ്ങാനും തുടങ്ങി. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാ യാത്രക്കാരും ബസ്സിൽ നിന്നും ഇറങ്ങി. ഞങ്ങളെല്ലാവരും ആ സ്ഥലത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രാമവും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വഴി കാണിച്ചു തന്ന ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇവിടെ എവിടെയാണ് ഗ്രാമം? അത് കേട്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിവിടുന്ന് താഴേക്കാണ്. അവിടെ എത്താൻ ഞങ്ങൾക്ക് ഒരു 20-25 മിനിറ്റ് എടുക്കും. അവിടെ വരെ വണ്ടി പോകില്ല, നടന്നു പോകേണ്ടി വരും. ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ട ഞാൻ എൻ്റെ ബസ് നന്നായി ഒന്ന് പൂട്ടി. തുടർന്ന് ഞാനും ആ വിവാഹ സംഘത്തോടൊപ്പം നടന്ന് ആ വഴിയിലൂടെ താഴേക്ക് നടക്കാൻ തുടങ്ങി. ഏകദേശം അരമണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ ഗ്രാമത്തിലെത്തി. വിവാഹ സംഘത്തെ നന്നായി സ്വീകരിച്ചു. എനിക്കവിടെ കണ്ടക്ടർ സുരേഷിനെയും കാണാൻ കഴിഞ്ഞു. സുരേഷ് എന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. എന്തായാലും നല്ല ക്ഷീണമുണ്ടാവും. എന്തായാലും നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നന്നായി ഭക്ഷണം കഴിച്ചതിന് ശേഷം സുരേഷിനൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാരമില്ല അച്ഛാ, ഞാൻ തീർച്ചയായും വരാം. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും പോയി. കുറച്ചു നേരം എല്ലാം നന്നായി പോയി. പക്ഷെ പിന്നീടൊരു വഴക്കുണ്ടായി. എങ്ങനെയുള്ള വഴക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ വിവാഹ സംഘത്തിലെ ചിലരുമായാണ് എനിക്ക് വഴക്കുണ്ടായത്. എന്നോട് വഴക്കിട്ടവരെല്ലാവരും നല്ലപോലെ മദ്യപിച്ചിരുന്നു. അവർ മനഃപൂർവ്വം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾക്കറിയാമായിരിക്കും, ചില ആളുകൾ മദ്യപിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ ശ്രമിക്കും. ഈ ആളുകളും അതേപോലെ തന്നെയായിരുന്നു. അവരെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ കുറച്ചു നേരം സഹിച്ചു. പക്ഷേ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ അവരിൽ 1-2 പേരെ അടിച്ചു. കാരണം അവരെന്നെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അവരെ അടിക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ എൻ്റെ വാക്കനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഒരു മദ്യപാനിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പാറയിൽ തലയിടിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് എൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. അവരെൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകാതെ എന്നെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കും കൈ ഉയർത്തേണ്ടി വന്നു. ഞാനങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതെല്ലാം കഴിഞ്ഞ് വരൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം എന്നോട് വളരെ വിചിത്രമായ രീതിയിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ തെറ്റാണ്, നിങ്ങൾ എന്തിനാണ് അവരെ അടിച്ചത്? ഞാൻ ആ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പലതവണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അയാൾക്ക് മനസ്സിലാകാതായപ്പോൾ കാര്യം പണത്തിൻ്റെ കാര്യത്തിലെത്തി. ശരി, ആയിക്കോട്ടെ, എൻ്റെ തെറ്റാണെങ്കിൽ ശരി, എന്നെ തെറ്റായി തന്നെ കണ്ടാൽ മതി. എനിക്ക് തരാനുള്ള പൈസ തന്നോളൂ. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ പറയുന്നത് കേട്ട് അയാൾ വീണ്ടും വഴക്കിടാൻ വന്നു. പക്ഷെ പിന്നീട് അവിടെ ബോധമുണ്ടായിരുന്ന കുറച്ചു പേർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടാനുള്ള പണം അയാൾ എനിക്ക് തന്നു. വിവാഹ സംഘത്തിലെ പകുതിയിലധികം ആളുകളും മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം മദ്യം കാരണമാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മദ്യത്തിൽ നിന്നും എത്രത്തോളം വിട്ടു നിൽക്കുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ആരെങ്കിലും ഇത് കുടിക്കുന്നുണ്ടെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന അത്രയും മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. കാരണം മദ്യപാനം, അഭിമാനം എന്നിവയൊന്നും നോക്കില്ല. എന്തായാലും അതിനുശേഷം എൻ്റെ മാനസികാവസ്ഥ പൂർണ്ണമായും തകർന്നിരുന്നു. എനിക്കവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. കണ്ടക്ടർ സുരേഷും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വഴക്കിൽ എന്നെ പിന്തുണച്ചു. എനിക്കവിടെ നിൽക്കാൻ ആഗ്രഹമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ സുരേഷിനോട് പറഞ്ഞു, സുരേഷ്, ഞാൻ പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ ആഗ്രഹമില്ല. എൻ്റെ വാക്കുകൾ കേട്ട സുരേഷ് എന്നോട് പറഞ്ഞു, ചേട്ടാ,
ഈ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ല. സുരേഷ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു. എനിക്കവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. സുരേഷിൻ്റെ അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഞാൻ സുരേഷിൻ്റെ വാക്ക് കേൾക്കാതെ ആ ഗ്രാമത്തിൽ നിന്നും എൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നു. ആ ഒരു തീരുമാനം എൻ്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ആ സമയത്ത് ഞാൻ സുരേഷിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും ഏകദേശം അരമണിക്കൂർ നടന്ന ശേഷം ഞാൻ എൻ്റെ ബസ്സിൻ്റെ അടുത്തെത്തി. കുറച്ചു നേരം അവിടെ നിന്നു. കാരണം താഴെ നിന്നും വന്നതുകൊണ്ട് എൻ്റെ ശ്വാസം കുറച്ച് വേഗത്തിലായിരുന്നു. നന്നായി ക്ഷീണിച്ചിരുന്നു. എൻ്റെ തൊണ്ട വരളുകയും എനിക്ക് ദാഹിക്കുകയും ചെയ്തു. കുറച്ചു നേരം നിന്നതിന് ശേഷം ഞാൻ എൻ്റെ ബസ് തുറന്ന് അതിൽ കയറി. ബസ്സിൽ കയറിയതിന് ശേഷം ഞാൻ വെള്ളക്കുപ്പി തിരഞ്ഞു. കാണാനില്ല. ഒരുപക്ഷെ ഇതിലുണ്ടായിരുന്ന ആരെങ്കിലും എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാകാം. എന്തായാലും എൻ്റെ ദാഹം മറന്ന് ഞാൻ ബസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോകാൻ ആലോചിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബസ് ആ റോഡിൽ നിന്നും തിരിക്കാൻ കഴിയുന്നില്ല. കാരണം റോഡ് ഒറ്റ വരിയായിരുന്നു. എനിക്ക് ബസ് തിരിക്കാൻ ഒരു തുറന്ന സ്ഥലം ആവശ്യമാണ്. അവിടെ വെച്ച് എനിക്ക് ബസ് എളുപ്പത്തിൽ തിരിക്കാൻ കഴിയും. എന്തായാലും ഞാൻ ബസ് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഏകദേശം 1/2 കിലോമീറ്റർ ബസ് ഓടിച്ചപ്പോൾ എനിക്കൊരു തുറന്ന സ്ഥലം കാണാൻ കഴിഞ്ഞു. അവിടെ ചെറിയൊരു അരുവിയും ഉണ്ടായിരുന്നു. അരുവി വഴി വെള്ളം പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ദാഹം കൂടുതൽ വർദ്ധിച്ചു. പക്ഷെ അതേസമയം ഞാൻ എന്തോ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നിമിഷത്തേക്ക് അത്ഭുതപ്പെട്ടു. എനിക്ക് വിചിത്രമായി തോന്നി. ഞാൻ എൻ്റെ ബസ് ആ തുറന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എൻ്റെ ബസ്സിലെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം ആ അരുവിയിൽ ചെന്ന് പതിച്ചു. ഹെഡ്ലൈറ്റുകൾ ആ അരുവിയിൽ പതിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ അരുവിയുടെ അടുത്തുള്ള ചില ആളുകളിൽ പതിച്ചു. രാത്രിയുടെ ഈ സമയത്ത് അവർ ആ അരുവിയുടെ അടുത്ത് എന്താണ് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. കാരണം അത് ശൈത്യകാലമാണ്. ശൈത്യകാലത്തിൽ പെട്ടെന്ന് രാത്രിയാകും. ഈ സമയം രാത്രി ഏകദേശം 12 മണിയായിരിക്കുന്നു. അപ്പോൾ ഇത്രയും രാത്രിയിൽ ഈ ആളുകൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു 8 മണി 9 മണിയൊക്കെ ആയിരുന്നെങ്കിൽ ആരെങ്കിലും വെള്ളം എടുക്കാൻ വന്നതാണെന്ന് നമുക്ക് വിചാരിക്കായിരുന്നു. ഇങ്ങനെയെല്ലാം എൻ്റെ മനസ്സിൽ പലതും ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സാരമില്ല, ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്കെൻ്റെ ദാഹം മാറ്റണം, ഇവിടെ നിന്നും പോകണം. എന്തിനാണ് ഈ രാത്രി മുഴുവനും ഞാനിവിടെ നിൽക്കുന്നത്? എനിക്കിതിൽ എന്ത് കാര്യം? ഇപ്പോൾ ആ ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരിൽ 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ആ 2 സ്ത്രീകളും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു, മുഖം മറച്ചിരുന്നു. 2 പുരുഷന്മാർ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ആദ്യം ഞാൻ ബസ് നന്നായി തിരിച്ചിട്ടു. പൂർണ്ണമായും തിരിഞ്ഞപ്പോൾ ഞാൻ ബസ് അവിടെ ഒരു വശത്തേക്ക് നിർത്തി. തുടർന്ന് ആ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. ബസ്സിൽ നിന്നിറങ്ങി നേരെ അരുവിയുടെ അടുത്തേക്ക് നടന്നു. ഞാൻ ആ അരുവിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ആർക്കെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടുമ്പോൾ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അതുപോലെയായിരുന്നു എനിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഈ തണുപ്പ് കാരണം സംഭവിച്ചതായിരിക്കാം. എന്തായാലും അതിനുശേഷം ഞാൻ ആ അരുവിയുടെ വളരെ അടുത്തേക്ക് എത്തിയപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇവിടെ നിൽക്കുന്നത് എന്തൊരു മനുഷ്യനാണ്? ഇത്രയും ദുർഗന്ധത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ദുർഗന്ധം ഇവരെ ബാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. അതുമൂലം എനിക്ക് ആളുകളെക്കുറിച്ച് സംശയവും തോന്നി. എനിക്ക് അവരെക്കുറിച്ച് തോന്നിയ സംശയം 2 തരത്തിലായിരുന്നു. ഒരു സംശയം, അവർ കവർച്ചക്കാരല്ലേ? രണ്ടാമത്തേത്, അവർ സാധാരണ മനുഷ്യരാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? കാരണം ആ 2 സ്ത്രീകളും 2 പുരുഷന്മാരും വളരെ നിശബ്ദമായി നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ വെള്ളമെടുക്കാനുള്ള പാത്രങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതായത് അവർ വെള്ളമെടുക്കാൻ വന്നവരല്ല. ഞാൻ അവരുടെ വളരെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരെല്ലാവരും എന്നെ വളരെ വിചിത്രമായ രീതിയിൽ നോക്കുന്നു. അവരുടെ നോട്ടം കണ്ടാൽ തോന്നും ഒരുപാട് കാലമായി മനുഷ്യരെല്ലാം കണ്ടിട്ടെന്ന്. എന്തായാലും ഞാൻ ഇതെല്ലാം അവഗണിച്ച് ആ ആളുകളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, വെള്ളം കുടിക്കണം, നിങ്ങൾ കുറച്ച് മാറി നിൽക്കാമോ? ഞാൻ പറയുന്നത് കേട്ട് അവരെല്ലാവരും എന്നെ തുറച്ചു നോക്കി. ആരും എന്നോടൊരു വാക്ക് പോലും സംസാരിച്ചില്ല. ആ 4 ആളുകളും ഒരുമിച്ച് നിൽക്കുകയാണ്. എനിക്ക് അവരിൽ നിന്നും വഴി ആവശ്യമായിരുന്നു. കാരണം ആ 4 ആളുകളും ആ അരുവിയുടെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർ മാറി നിൽക്കാതെ എനിക്ക് അരുവിയുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. എനിക്ക് ദേഷ്യം വന്നു. സത്യത്തിൽ ഇവിടെയുള്ള ആളുകൾ എന്ത് വിചിത്രമാണ്. ഞാൻ പറയുന്നത് ഇവർക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാറിയിരുന്നെങ്കിൽ എനിക്ക് ദാഹം മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ 2 സ്ത്രീകളും ഒരു വശത്തേക്ക് മാറി. എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് ഞാൻ വഴി നോക്കി അരുവിയുടെ അടുത്തേക്ക് എത്തിയത്. ആ 2 സ്ത്രീകളും എൻ്റെ കൂടെ ഒരു വശത്തേക്ക് മാറി നിന്നു. എന്തായാലും ഞാൻ ആ സ്ത്രീകളെ നോക്കാതെ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങി. ഞാൻ വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ ആ സ്ത്രീകളുടെ കാലുകളിലേക്ക് പോയി. അത് കണ്ടത് ഞാനാകെ ഭയന്നു പോയി. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. ആ സ്ത്രീകളുടെ കാലുകൾ കണ്ടപ്പോൾ എൻ്റെ ദാഹം പൂർണ്ണമായും ഇല്ലാതെയായി. ഭയം കാരണം എൻ്റെ കാലുകളും വിറയ്ക്കാൻ തുടങ്ങി. ആ 2 സ്ത്രീകളുടെയും കാലുകൾ തല തിരിഞ്ഞ നിലയിലായിരുന്നു.
അതായത് അവരുടെ ശരീരം മുഴുവനും മുന്നോട്ട് നോക്കി, പക്ഷെ അവരുടെ കാലുകൾ പിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്, പിശാചുക്കളുടെ കാലുകൾ തല തിരിഞ്ഞ നിലയിലായിരിക്കുമെന്ന്. അവർക്ക് അവരുടെ രൂപം മാറ്റാൻ കഴിയും, പക്ഷെ അവരുടെ കാലുകൾ മറയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ആ കാഴ്ച എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നതായി അഭിനയിച്ചു. ഇന്നെനിക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകാൻ കഴിയില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു വഴിയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഈ ആളുകൾ എന്നെ കീറി മുറിച്ച് തിന്നുമെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഒരുപക്ഷെ അവർ മനുഷ്യരല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവരെന്നെ... പെട്ടെന്നൊരു കാര്യം ചിന്തിച്ചു. മെല്ലെ നിശബ്ദമായി ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം. എനിക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഞാൻ അവരെ കാണിക്കണം. ഭയം കാരണം എൻ്റെ മുഖം മുഴുവനും വിയർപ്പിൽ നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ ആ അരുവിയിലെ വെള്ളം എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്നും സാധാരണ പോലെ ആകാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് മുഖവും കഴുകി ഞാൻ ആ ആളുകളോട് പറഞ്ഞു, ഓ ദാഹം മാറി, ഇനി നിങ്ങൾ കുടിച്ചോളൂ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നും എൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ ബസ്സിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ആരെങ്കിലും പുറകിൽ നിന്നും ചാടി വീഴുമെന്നും എന്നെ കൊല്ലുമെന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞാൻ സുരക്ഷിതമായി ബസ്സിൻ്റെ അടുത്തെത്തി. എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. എന്തായാലും ഞാനിവിടെ ഒരു കുഴപ്പവുമില്ലാതെ എത്തി. ഒരുപക്ഷെ അവർക്ക് എന്നെ സംശയം തോന്നിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം എൻ്റെ വെറും തോന്നലായിരിക്കാം. അതിനുശേഷം ഞാൻ കൂടുതൽ ചിന്തിക്കാതെ ബസ്സിൻ്റെ ഡോറ് തുറന്ന് ബസ്സിൽ കയറി. ഞാൻ ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നാൻ തുടങ്ങി, വേഗം ബസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടൂ. പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ ബസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. വീണ്ടും ശ്രമിച്ചു, സ്റ്റാർട്ടാകുന്നില്ല. അതുകൂടി ആയപ്പോൾ ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി. കാരണം അവിടെ കൂടുതൽ നേരം നിൽക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ബസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. ആ അരുവിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട അതേ ദുർഗന്ധമാണ് വന്നിരിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. ചിരിയുടെ ശബ്ദം കുറച്ച് പതുക്കെയായിരുന്നു. 2 സ്ത്രീകൾ ഒരുമിച്ച് ചിരിക്കുന്നത് പോലെ തോന്നി. ഈ ശബ്ദം എൻ്റെ ഒരു വശത്ത് നിന്നുമാണ് വന്നിരിക്കുന്നത്. ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ഞാനാകെ ഞെട്ടിപ്പോയി. എൻ്റെ ആത്മാവ് വരെ വിറച്ചുപോയെന്ന് പറയാം. കുറച്ചു മുമ്പ് ഞാൻ ആ അരുവിയുടെ അടുത്ത് കണ്ട അതേ 2 സ്ത്രീകൾ എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അവരിപ്പോൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ അവസ്ഥ വളരെ മോശമായി. ഈ സ്ത്രീകൾ എൻ്റെ ബസ്സിൽ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഈ 2 സ്ത്രീകൾ പ്രേതമോ ഭൂതമോ പിശാചോ എന്താണെങ്കിലും എവിടെയും വരാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ബസ്സിൻ്റെ ഡോർ വഴി പുറത്തേക്ക് ചാടിയത് ഞാൻ എഴുന്നേറ്റ് ആ റോഡിലൂടെ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുമുണ്ട്, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാൻ ആ വിജനമായ റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കാലുകളിൽ എന്തോ ഒരു കയർ പോലെ ചുറ്റിയത് എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് ഞാൻ റോഡിൽ നടുപിടിച്ചു വീണു. ഞാൻ റോഡിൽ വീണപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കി. ഇത്തവണ ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു. കാരണം ഇത്തവണ ഞാൻ ആ 2 പുരുഷന്മാരെയാണ് കണ്ടത്. കുറച്ചു മുമ്പ് ആ 2 സ്ത്രീകളോടൊപ്പം ഇവരെ ഞാൻ ആ അരുവിയുടെ അടുത്ത് കണ്ടിരുന്നു. പക്ഷെ ഇത്തവണ ആ 2 പുരുഷന്മാരുടെയും രൂപം മാറിയിരുന്നു. അവർ പൂർണ്ണമായും പ്രേതങ്ങളായി മാറിയിരിക്കുന്നു. 2 പേരുടെയും കണ്ണുകൾ വളരെ ഭയാനകമായി കാണപ്പെട്ടു. അവരുടെ 2 കണ്ണുകളും തീയിൽ കത്തിയ കനലുകൾ പോലെയായിരുന്നു. 2 പിശാചുകളുടെയും മുഖം പൂർണ്ണമായും മുറിഞ്ഞു പോയതുപോലെ വിണ്ടുകീറിയിരിക്കുന്നു. എന്നിട്ട് എന്നെ നോക്കി വിചിത്രമായി പുഞ്ചിരിക്കുന്നു. പെട്ടെന്ന് ആ സ്ത്രീകളും അവിടേക്ക് വന്നു. അവരുടെ മുഖം വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാക്കിയിരിക്കുന്നു. മുഖത്തെ തൊലി പൂർണ്ണമായുമില്ല. അവരുടെ ശരീരം മുഴുവനും തൊലിയില്ലാതെ കാണപ്പെടുന്നു. ആരോ അവരുടെ ശരീരത്തിലെ തൊലി മുഴുവനും ഉരിഞ്ഞു മാറ്റിയതുപോലെ തോന്നി. അവരുടെ മുടി വളരെ നീളമുള്ളതായിരുന്നു. കാറ്റിൽ പറക്കുന്ന വെളുത്ത മുടി. അവരുടെ കണ്ണുകൾ പൂർണ്ണമായും വെളുത്തതായിരുന്നു, കൃഷ്ണമണികളില്ലാതെ. എനിക്കതൊന്നും കാണാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ ആ മുഖം കണ്ടാൽ അതേ നിമിഷം മരിക്കും. എൻ്റെ അവസ്ഥയും അപ്പോൾ അതുപോലെയായിരുന്നു. ഞാൻ അവരോട് കെഞ്ചി, ഞാൻ ജീവന് വേണ്ടി യാചിച്ചു. പക്ഷെ എൻ്റെ യാചന ആ പ്രേതങ്ങളെ ബാധിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അവരിലൊരു പിശാച് എൻ്റെ കാലിൽ പിടിച്ചു. പിന്നെ എന്നെ വലിച്ചുകൊണ്ട് ആ അരുവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ബാക്കിയുള്ള പിശാചുകളാണെങ്കിൽ വല്ലാതെ ഭയാനകമായി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ നീ എന്നെ രക്ഷിക്കേ. ഒരുപാട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷയും കാണാതായപ്പോൾ ഞാൻ ഏകദേശം മരിക്കുമെന്ന് ഉറപ്പിച്ചു. പക്ഷെ അപ്പോഴാണ് ഞാൻ സങ്കല്പിക്കാത്തൊരു കാര്യം സംഭവിച്ചത്. എൻ്റെ കാലിൽ പിടിച്ചതും എന്നെ വലിച്ചു കൊണ്ടുപോയ ആ പിശാച് എൻ്റെ കാലിൽ നിന്നും പിടിപെട്ടു. തുടർന്ന് പിന്നിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു, മോനെ എഴുന്നേറ്റ് നിൽക്ക്,
വേഗം എൻ്റെ പിന്നിലേക്ക് വരൂ. ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഹരികൃഷ്ണനെ കണ്ടു. അതെ, ഹരികൃഷ്ണൻ, സുരേഷിൻ്റെ അച്ഛൻ. ഹരികൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സമയം കളയാതെ ഞാൻ ഹരികൃഷ്ണന്റെ പിന്നിലേക്ക് ചെന്നു. പിന്നിലെത്തിയപ്പോൾ അദ്ദേഹം എനിക്കൊരു മാല തന്നു. ഈ മാല വേഗം ധരിക്കൂ എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാനത് ചെയ്തു. അതിനുശേഷം ഹരികൃഷ്ണൻ ആ ദുരാത്മാക്കളുടെ നേരെ എന്തോ ഭസ്മം വിതറി. അത് വീണപ്പോൾ ആ ദുരാത്മാക്കൾ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഉടനെ ഹരികൃഷ്ണൻ എന്നോട് പറഞ്ഞു, ഒട്ടും സമയം കളയണ്ട, ബസ് വേഗം ഇവിടെ നിന്ന് എടുത്തോളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ബസ്സിൽ കയറാൻ പേടിയായിരുന്നു. എൻ്റെ അവസ്ഥ മനസ്സിലായപ്പോൾ ഹരികൃഷ്ണൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ധരിച്ച ഈ മാലയിൽ മന്ത്രങ്ങളുണ്ട്. ഇനി ആ ദുഷിച്ച ആത്മാക്കൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. സമയം കളയാതെ വേഗം ബസ് എടുക്കൂ. ഹരികൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഞാൻ ആദ്യം എൻ്റെ ബസ്സിലേക്ക് കയറി. ഹരികൃഷ്ണനും കയറി. പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ചങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹരികൃഷ്ണൻ ബസ് നിർത്താൻ എന്നോട് പറഞ്ഞു. വേഗം ഞാൻ ബസ് ഒരു വശത്തായി നിർത്തി. തുടർന്ന് ഹരി എന്നോട് പറഞ്ഞു, ശരി, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരൂ. ഈ റോഡിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്നത് ശരിയല്ല. അതുവരെ എനിക്ക് സംഭവിച്ച കാര്യങ്ങളോർത്ത് എനിക്ക് അദ്ദേഹത്തെ എതിർക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ തിരികെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഹരികൃഷ്ണന്റെ വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ വഴിയെക്കുറിച്ച് സുരേഷ് നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ഹരികൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹരി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ വഴക്കിൻ്റെ ശേഷം ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ ഇവിടെ നിന്നും പോയി. എൻ്റെ വാക്കുകൾ കേട്ട് ഹരികൃഷ്ണൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദുഃഖിച്ചിട്ടെന്ത് കാര്യം? ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയൂ. കൃത്യസമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ പ്രേതങ്ങളുടെ ഇരയാകുമായിരുന്നു. സുരേഷിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ ആ ബസ്സിൻ്റെ അടുത്തേക്ക് പോയെന്ന്. അത് കേട്ട് ഞാൻ സുരേഷിന് ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. ഞാൻ പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. നിങ്ങൾ ബസ് തിരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾ പ്രേതങ്ങളുടെ കൈകളിൽ അകപ്പെടുമെന്നും എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ നിലവിളി ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വലിയ അപകടമുണ്ടെന്ന്. നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എനിക്ക് ദൈവതുല്യമായിരുന്നു ഹരികൃഷ്ണൻ. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ രാത്രി അവിടെ ചെലവഴിച്ച് അടുത്ത ദിവസം ഞാൻ എൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ രാത്രി അവിടെ എത്തിച്ച ആ വിവാഹ സംഘത്തിലെ ആ മനുഷ്യനെ കണ്ടുമുട്ടി. അവരുടെ മകൻ്റെ കല്യാണമായിരുന്നല്ലോ. ആ മനുഷ്യൻ അദ്ദേഹം എന്നോട് മാപ്പ് ചോദിച്ചു. നിങ്ങളുമായി വഴക്കിട്ടത് ഞങ്ങൾക്ക് പറ്റിയ വലിയ തെറ്റാണ്. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. എല്ലാം മറന്ന് ഈ വിവാഹ സംഘത്തെ തിരികെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മറ്റൊരു തുക തരാം. സത്യം പറഞ്ഞാൽ ഞാനതിന് ഒരുക്കമായിരുന്നില്ല. പക്ഷേ ഹരികൃഷ്ണൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കി, മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും. നിങ്ങൾ അവരോട് ക്ഷമിക്കൂ. വിവാഹ സംഘത്തെ തിരികെ കൊണ്ടുപോകൂ. ഹരികൃഷ്ണന്റെ വാക്ക് എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ കൊണ്ടാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. അതിനുശേഷം ഹരികൃഷ്ണന്റെ വാക്ക് കേട്ട് ആ വിവാഹ സംഘത്തെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി. തുടർന്ന് ആ വിവാഹ സംഘത്തെയും കൊണ്ട് അവിടെ നിന്നും തിരികെ പോയി. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഹരികൃഷ്ണനാണ്. ആ രാത്രി അദ്ദേഹം എന്നെ സഹായിക്കാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു കഥയേ ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഒരു കഥയായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ. ലവ് യു ഓൾ, ബൈ.